ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കേരള കിച്ചൺ എക്സ്പ്രസ്. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇന്ന് നമ്മളൊരു ജിഗർദണ്ഡ റെസിപ്പിയാണ് നോക്കാൻ പോണത്. മധുരൈ സ്പെഷ്യൽ ജിഗർദണ്ഡ. അതിന് വേണ്ടി ഞാനൊരു 1/4 ഗ്ലാസ് പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം ഒന്നും ചേർക്കാതെ നന്നായിട്ട് ഇതുപോലെ ഉരുക്കിയെടുക്കുക. ജസ്റ്റ് ഇട്ട് അങ്ങനെ സ്പൂൺ വെച്ച് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. പഞ്ചസാര അങ്ങനെ ഉരുകി കിട്ടിക്കോളും. ഈ സമ്മർ ടൈമിലൊക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു സംഭവമാണ്, ഡ്രിങ്കാണ്. അപ്പുറത്തെ അടുപ്പിൽ പാല് കാച്ചാൻ വെച്ചിട്ടുണ്ട്. ഒരു 1/2 ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട്. ഈ 1/2 ലിറ്റർ പാല് നന്നായിട്ടൊന്ന് കുറുകി കിട്ടണം. മധുരം ഒന്നും ചേർക്കണ്ട, ജസ്റ്റ് പാലൊന്ന് നന്നായിട്ടൊന്ന് കുറുകിയെടുക്കുക. പാല് തിളച്ച് വരുമ്പോൾ ഇതുപോലെ ഒന്ന് കറക്കി കൊടുത്ത് വെച്ചിരുന്നാൽ മതി. പാലാടയൊക്കെ ഒന്ന് മാറ്റി നീക്കി നിർത്തിയിട്ട് അതിൽ നിന്ന് ഒരു 4-5 സ്പൂണ് പാല് വെളിയിലെടുത്ത് മാറ്റി വയ്ക്കുക ഒരു ബൗളിലേക്ക്. ഇതിനെ ആറി തണുപ്പിച്ച് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. കുറച്ച് പാലിത എടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ പഞ്ചസാര നന്നായിട്ട് ഉരുകി കിട്ടിയിട്ടുണ്ട്. ആ സിറപ്പും കൂടെ, ഷുഗർ സിറപ്പ് ഇതിനകത്തൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ പാലിനൊരു കറക്റ്റ് ഒരു കളറ് കിട്ടും. ഇതാണ് ആ ജിഗർദണ്ഡ മിക്സിനുള്ള പാലിൻ്റെ കളറ്. ജസ്റ്റ് ഒന്ന് ഫേഡായി ഒരു ബ്രൗണിഷ് കളറിൻ്റെ ഒരു ഇതാണ്. അതൊന്ന് ആറിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാവുന്നതേ ഉള്ളൂ. രണ്ടാമത് നമുക്ക് ജ്യൂസ് സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് നിറച്ച് വരുമ്പോൾ ഒരു സ്പൂൺ വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ സിറപ്പ് അങ്ങ് ഒന്ന് കട്ടി പിടിക്കാതെ ഇരിക്കും. അപ്പോൾ നല്ലൊരു ബ്രൗൺ കളറായിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്യുക. നമ്മൾ വെള്ളം ചേർക്കാൻ മറക്കരുത്. ആ ഒരു സ്പൂൺ വെള്ളം അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇത് വന്ന് ബാദാം പിസിനാണ്. ഇതിൽ ഒരു 3 പീസ് ബാദാം പിസിനെടുത്ത് ഒരു 5 hours എങ്കിലും നമ്മൾ വെള്ളത്തിനകത്ത്, 1 കപ്പ് വെള്ളത്തിനകത്തിട്ട് സോക്ക് ചെയ്യാൻ വെച്ചിരിക്കുക. അപ്പോൾ ഇതുപോലെ നമുക്ക് നല്ലതുപോലെ കിട്ടും. പാല് നന്നായിട്ട് തിളച്ച് കുറുകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിടാം. പാൽപ്പാടൊക്കെ ഇങ്ങനെ സൈഡിൽ വന്നിട്ടുണ്ട്. അതിനെ അങ്ങനെ തന്നെ ഒന്ന് കൂൾ ചെയ്തിട്ട് നമുക്ക് ഒരു 2 hours ശേഷം സെറ്റ് ചെയ്യാം. അതിന് വേണ്ടി ഒരു കപ്പ് എടുക്കുക. ഫസ്റ്റ് ബാദാം പിസിൻ ഇട്ട് കൊടുക്കുക. നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. അല്ലാന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ നിങ്ങൾക്ക് മേടിക്കാവുന്നതേ ഉള്ളൂ. ഒരു 2-3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. ഈ ജിഗർദണ്ഡയ്ക്ക് മെയിൻ സംഭവം ഈ ബാദാം പിസിനാണ്. നല്ല ടേസ്റ്റാണ്. ജസ്റ്റ് നമ്മളിങ്ങനെ റാവായിട്ട് കഴിക്കാൻ പറ്റില്ല. ഇതുപോലെ ഫ്ലേവേർഡ് മിൽക്കിനകത്തും ജ്യൂസിനകത്തും സ്മൂത്തീസ് എല്ലാത്തിൻ്റെ കൂടെയും നല്ല അടിപൊളി സംഭവമാണ്. രണ്ടാമത്തെ ലെയറായിട്ട് നമ്മൾ ഷുഗർ സിറപ്പ് ആഡ് ചെയ്യാണ്.
അടുത്ത മൂന്നാമത് നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ച പാൽ ഒഴിക്കുക. ഓൾറെഡി ഷുഗർ സിറപ്പ് വെച്ച് മിക്സ് ചെയ്ത് വെച്ച പാലാണ്. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ കുറേ പാലാടയോടെ ചേർത്തെടുത്ത് ആ പാലിൻ്റെ മിക്സ് പാലാടയോടെ ചേർത്തിടുക. അതിൻ്റെ മുകളിൽ പിന്നെയും കുറച്ച് ബാദാം പിസിൻ ആഡ് ചെയ്യുക. ഇതിൻ്റെ കൂടെ വെനില ഐസ്ക്രീം ഞാൻ ആഡ് ചെയ്യുകയാണ്. നോർമലി ഈ മധുരയിലൊക്കെ നമ്മൾ ഷോപ്പിൽ പോയി ജിഗർദണ്ഡ കഴിക്കുമ്പോൾ അവർ ഐസ്ക്രീമിനകത്തും ഈ ഷുഗർ സിറപ്പ് ഇട്ട് മിക്സ് ചെയ്ത് തരും. ഈ മുകളിൽ ഞാൻ ഇതിനകത്ത് ഷുഗർ സിറപ്പ് മിക്സ് ചെയ്യാതെ ജസ്റ്റ് ഐസ്ക്രീം മാത്രം വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സ് ചെയ്ത് ഐസ്ക്രീം അങ്ങനെ എടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഷുഗർ സിറപ്പ് മുകളിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല അടിപൊളി ഡ്രിങ്കാണ്, ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യണം. ഇത് കഴിക്കാൻ നേരത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിക്കുക. നല്ല അടിപൊളി ഡ്രിങ്കാണ്, ഉറപ്പായിട്ടും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്